സ്ത്രീകൾ ഭക്തിയുടെയും ശക്തിയുടെയും കാരുണ്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സർവോപരി ധീരതയുടെയും പ്രതീകങ്ങളായി പ്രകീർത്തിക്കപ്പെടുന്നു. അതുകൊണ്ടുതന്നെ അവരുടെ സ്വാസ്ഥ്യം വ്യക്തി, കുടുംബ, സാമൂഹിക, ഔദ്യോഗിക തലങ്ങളിൽ ഉറപ്പാക്കപ്പെടുക തന്നെ വേണം. മറ്റൊരു വീട്ടിൽ പോയി കഴിയേണ്ടവളാണെന്ന കഴിഞ്ഞ കാലങ്ങളിൽ നിലനിന്നിരുന്ന അനാരോഗ്യകരമായ സങ്കുചിത ചിന്താഗതിയിൽ നിന്നും മാറി ഒരു സ്ത്രീ ഇന്ന് ഏതു മേഖലയിൽ വർത്തിച്ചാലും സ്വാത്മാഭിമാനത്തിൻ്റെ നിറവിൽ സർഗശേഷികൾ പ്രകാശിപ്പിച്ച് സ്വന്തം ജീവിതം അടയാളപ്പെടുത്താനുള്ള അറിവും പക്വതയും ആർജിച്ചിട്ടുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീശക്തി സാധ്യതാ ചിന്തനങ്ങൾ ഒരിക്കലും പുരുഷനെതിരായ ഒരു പോരാട്ടം ലക്ഷ്യമാക്കിയുള്ളതല്ല. മറിച്ച് സ്ത്രീ പുരുഷ ഭേദമന്യേ സ്വസ്ഥതയും ആഘോഷവും ഉറപ്പാക്കാനുള്ള ഉദ്യമങ്ങളുടെ ഭാഗം തന്നെയായി കാണേണ്ടതുണ്ട്. ദുർബല എന്ന ആത്മനിമന്ത്രണം സമ്മാനിച്ച വിധേയത്വത്തിൽ നിന്നും അതിക്രമിച്ചു പുറത്തുകടന്ന് സന്തോഷഭരിതവും സ്വാതന്ത്ര്യവും നിറഞ്ഞ ജീവിതം ഞങ്ങളുടെ ജന്മാവകാശമാണെന്ന് ഓരോ സ്ത്രീയും ഉദ്ഘോഷിക്കട്ടെ. പാശബന്ധനാത് സർവം മോചയ ജീവദായിനി ഹേ നാരീനി. കാളി, കറുത്തവൾ, കാലത്തെ നിയന്ത്രിക്കുന്നവൾ എന്നാണ് വാക്യാർത്ഥം. സൃഷ്ടിയുടെ അടിസ്ഥാനം സ്ത്രീയാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നും കാരുണ്യത്തിൻ്റെയും ശക്തിയുടെയും പ്രതീകമായി കാളിയെ സങ്കല്പിക്കുന്നു. ആദിപരാശക്തിയുടെ അവതാരമായും ആരാധിക്കുന്ന മൂർത്തിയാണ് കാളി. ഐതിഹ്യങ്ങളനുസരിച്ച് രാക്ഷസന്മാരുടെ അത്യാചാരങ്ങൾ കൊണ്ട് വിഷമിച്ച ദേവന്മാർ ഭഗവതിയെ സ്തുതിക്കുകയും അവർക്ക് മുമ്പിൽ പാർവതീദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഗൗരി ദേഹത്തിൽ നിന്നും കൗശികി പ്രകടയായി. കൗശികി വേർപെട്ടതോടെ പാർവതീദേവിയുടെ സ്വരൂപം കൃഷ്ണവർണ്ണയായി മഹാകാളി എന്ന് വിഖ്യാതയായി. മാർക്കണ്ഡേയ പുരാണത്തിൽ മറ്റൊരു ഭദ്രകാളി സങ്കല്പം കൂടിയുണ്ട്. അത് മഹാദേവന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും അവതരിച്ച പുത്രിയായാണ് സങ്കല്പം. സ്ത്രീയുടെ കൈകളാൽ മാത്രമേ മരണം സംഭവിക്കൂ എന്ന് വരം നേടിയ ദാരികവീരനെ വധിക്കാൻ വേണ്ടിയാണ് ദേവിയുടെ അവതാരം. ദാരികനെ നിഗ്രഹിച്ച ദേവി ദാരിക ശിരസ്സും കയ്യിലേന്തി കൈലാസത്തിലേക്ക് മടങ്ങി. ഹൈന്ദവ വിശ്വാസപ്രകാരം ആദിപരാശക്തിയായ കാളി വീര്യത്തിൻ്റെയും കരുണയുടെയും മാതൃത്വത്തിൻ്റെയും
ദൈവമായാണ് അറിയപ്പെടുന്നത്. ശക്തി പകർന്നു നൽകുന്ന ഭഗവതി സങ്കല്പമാണിത്. സമ്പത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഭഗവതി സുമുഖി കാളി എന്നറിയപ്പെടുന്നു. ശാന്തസ്വരൂപിണിയായും രൗദ്രസ്വരൂപിണിയായും കാളി വിരാജിക്കുന്നു. പുനഃസൃഷ്ടിയുടെ ശക്തി കാളിയാണ്. സമസ്ത ജീവജാലങ്ങളെയും പോറ്റി വളർത്തുന്നവളും അവയെ സംഹരിക്കുന്നവളുമായ പ്രകൃതിയാണ് കാളിയെന്ന് ശക്തി ഉപാസകർ കരുതുന്നു. സ്ത്രീ ശക്തിയുടെ പര്യായമായ മഹാകാളിയെ നിറകൈകളാൽ തുതിക്കുന്നു. അഖില ഭുവനമും കാത്തിടും അംബികേ, ആനന്ദവല്ലിയേ, ആനന്ദവല്ലിയേ, അതിശയം നിദം നിദം നികഴ്ത്തിടും അന്നയേ, അതിശയം നിദം നിദം നികഴ്ത്തിടും അന്നയേ, ആദിപരാശക്തിയേ, പരാശക്തിയേ, ആദിപരാശക്തിയേ, ശക്തി 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 മഹാകാളി മഹാശക്തി മഹേശ്വരി ശക്തി മഹേശ്വരി മഹിഷാസുര മർദിനി മഹാകാളി മഹാശക്തി മഹേശ്വരി മഹിഷാസുര മർദിനി മഹാകാളി മഹാശക്തി മഹേശ്വരി മഹിഷാസുര മർദിനി മഹാകാളി മഹാശക്തി മഹേശ്വരി മഹിഷാസുര മർദിനി മതിയത് തെളിവുറ മനമത് ഒളിയുറ അതിശയ സുഖമുറ അരുൾമഴை പൊഴിതാൽ മഹാകാളി മഹാശക്തി മഹേശ്വരി മഹിഷാസുര മർദിനി മതിയത് തെളിവുറ മനമത് ഒളിയുറ അതിശയ സുഖമുറ അരുൾമഴை பொழிவாய் சரி மரி பனிசா பனிசரி சரி மரி நிச பனிசரி சாதி மரி சரி மரி சரி பப சாதி பபனி மகாகாளி மகாசக்தி மகேஸ்வரி ஆக்கமாய் நிறைந்த சக்தியே என் ஊக்கமாய் உறைந்த சக்தியே
நல்நோக்கமாய் வளர்ந்த சக்தியே தினம் காக்கவா கதூபவனவாசி ஆக்கமாய் நிறைந்த சக்தியே என் ஊக்கமாய் உறைந்த சக்தியே நல்நோக்கமாய் வளர்ந்த சக்தியே தினம் காக்கவா கதூபவனவாசி மதியது தெளிவுற மனமது ஒளியுற அதிசய சுகமுற அருள்மழை பொழிவாய் சரி மரே நிமனிசா மனிசரி சரி மரி நிச மனிசரி சாணி மரி சரி மரி சரி மப சதி பவனி காளி மகாசக்தி மகேஸ்வரி